ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിലെത്തി സന്ദർശിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒരു സന്ദർശനം നടത്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രസിഡന്റുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ഇതിനുശേഷം രാജ്നാഥ് സിംഗ് മന്ത്രിമാരായ JP നദ്ദ, കിരൺ റിജിജു എന്നിവരുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുന്നു. ഒരു ഡിഫൻസ് മേഖലയിലുള്ള രഹസ്യ യോഗം നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി UK-യിലും മാലദ്വീപിലുമൊക്കെ സന്ദർശനത്തിന് പോയതിനു ശേഷം തിരിച്ചെത്തിയ ശേഷം ആ പ്രസിഡന്റിനെ കാണാനായിട്ട് ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയെന്ന് പറയാം. മാത്രമല്ല, ട്രംപ് നമുക്ക് മേൽ 25% ടാക്സ് കൂട്ടുന്നു. അതുപോലെ തന്നെ നമുക്ക് പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യാനാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഗൗരവമായ ചില കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചകൾക്ക് പിന്നിലുണ്ട്. ഡൽഹിയിലെ അന്തഃപുരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിവരമനുസരിച്ച് ജമ്മു കാശ്മീരിൽ വീണ്ടും ചില സാഹചര്യങ്ങൾ ഒക്കെ ഉരുണ്ടുകൂടി വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ POK കേന്ദ്രമാക്കി പാകിസ്ഥാൻ ഭീകര സംഘടനകൾ എന്തിനൊക്കെയോ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയും അത് ഭരണകൂടത്തെ അറിയിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഇതുപോലെ ഒരു ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിൽ നിന്ന് എടുത്തു കളഞ്ഞത്. അതിൻ്റെ വാർഷികം നടക്കാൻ പോകുന്നു. ആ സമയത്ത് ജമ്മു കാശ്മീരിൽ ചില നീക്കങ്ങൾ നടത്തുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടില്ല. പക്ഷേ രാഷ്ട്രപതി ഭവൻ തന്നെ X-ലൂടെ വിവരങ്ങളൊക്കെ വ്യക്തമാക്കി. അതായത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ എന്നെ കാണാൻ വന്നു എന്ന വിവരം. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസോ ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പുറത്തു പറഞ്ഞിട്ടില്ല. ഇതാണ് സംഭവങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. നിലവിൽ പാകിസ്ഥാനിലെ ഈ ഭീകര കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇന്ത്യ തകർത്തിരുന്നു. എന്നാൽ അതിനുശേഷം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് 90 ദിവസങ്ങൾക്കുള്ളിൽ 15 ഭീകര കേന്ദ്രങ്ങൾ POK-യിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് പുനർനിർമ്മാണം നടക്കുന്നു എന്നാണ് അർത്ഥം. അതായത് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തൊയ്ബ, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് തുടങ്ങിയ ഭീകര സംഘടനകളുടെ തലപ്പത്തുള്ളവരും ISIയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരും തമ്മിൽ ചില രഹസ്യ മീറ്റിങ്ങുകൾ, തന്ത്രപ്രധാനമായ കൂടിക്കാഴ്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പലയിടത്തും ഭീകരർ ഒത്തുകൂടുന്നുണ്ട്. ഇത് നമുക്ക് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. കാരണം വലിയ നാശനഷ്ടങ്ങളാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ ഭീകരന്മാർക്കുണ്ടായത്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ വിശാലമായ പ്രദേശങ്ങളിലേക്ക് ഈ ഭീകരരെത്തുന്നു. എന്നിട്ട് ഓരോ ക്യാമ്പുകളിലും 20 മുതൽ 25 പേർ മാത്രമാണ് അംഗങ്ങളായിട്ട് നിൽക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ കൂട്ടമരണം ഒഴിവാക്കണം. നേരത്തെ 100ഉം 125ഉം ഭീകരരാണ് ഓരോ ക്യാമ്പിലും ഉണ്ടായിരുന്നതെങ്കിൽ അതാണ് ഇപ്പോൾ ഏതാണ്ട് 5-1 വരെ കുറച്ചിരിക്കുന്നത്. ഒപ്പം ഈ ക്യാമ്പുകളിലേക്ക് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ഷീൽഡായിട്ട് അവരെ ഉപയോഗിക്കാമെന്നാണ്. അപ്പോൾ 90 ദിവസങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നതിനെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു. ഈ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഭീകര ക്യാമ്പുകൾ ആരംഭിക്കുകയോ നമുക്കെതിരായ പ്രകോപനം നടത്തുകയോ ചെയ്താൽ അതിനെ യുദ്ധപ്രഖ്യാപനമായി കണ്ട് ആക്രമിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരത്തെ പറഞ്ഞതാണ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് തിരിച്ചുകൊണ്ടാണ് BJP തങ്ങൾ എത്രയോ കാലമായി പ്രഖ്യാപിച്ചിരുന്ന ഒരു നയം നടപ്പാക്കിയത്. അപ്പോൾ 2014 BJP അധികാരത്തിൽ വരുന്നു. അപ്പോൾ പറഞ്ഞു വീണ്ടും അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. 2019 വീണ്ടും അധികാരത്തിൽ വരുന്നു. അതിനുശേഷം മാസങ്ങൾക്കുള്ളിൽ തന്നെ കശ്മീരിൻ്റെ പ്രത്യേക സംസ്ഥാന പദവി അതെടുത്ത് കളയുന്നു. ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റുന്നു. ഇതിനുശേഷം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റുന്നു. അതിനുശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നു. വളരെയധികം ആക്രമണ സാധ്യത ഉണ്ടാകുമെന്നും ജമ്മു കാശ്മീർ നിന്ന് കത്തുമെന്നും ഒക്കെ പറഞ്ഞെങ്കിലും ഇന്ത്യൻ ഭരണകൂടം കൃത്യമായിട്ട് അവിടെ സൈന്യത്തെ വിന്യസിച്ചു. അതോടുകൂടി ഈ പറയുന്ന ആളുകൾക്കൊന്നും ചലനമുണ്ടായില്ല. മാത്രമല്ല, വിദ്യാർത്ഥികൾ വരെ ആർമിയുടെ പട്ടാള ട്രക്കുകളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെല്ലാം അടിച്ചമർത്തി. എന്നാൽ അതൊക്കെ പെട്ടെന്ന് മാറുകയും ഇന്ത്യൻ സൈന്യം അവിടെ മുറുക്കുകയും ചെയ്തതോടുകൂടി വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നു. യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ ജമ്മു കാശ്മീരിനെ മൊത്തം മാറ്റി. ഇനി അവിടെ ഉണ്ടായിരുന്ന പണ്ഡിറ്റുകളെ മുഴുവൻ കാലങ്ങളായിട്ട് അവിടെ നാട്ടി ഓടിച്ചിരുന്നു. ഇവരെ അവിടെ കൊണ്ട് പുനഃസ്ഥാപിക്കുക അല്ലെ പുനരധിവസിപ്പിക്കും എന്നുള്ളത് BJP സർക്കാരിൻ്റെ പ്രഖ്യാപനമായിരുന്നു. അങ്ങനെ പ്രഖ്യാപനം നടത്തിയപ്പോൾ ജമ്മു കാശ്മീരിന് പുറത്ത് ഇവരെ താമസിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല,
ജമ്മു കാശ്മീരിൻ്റെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടിവരെ പുനരധിവസിപ്പിക്കും. അങ്ങനെ 2019 ഓഗസ്റ്റ് 5 ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതോടുകൂടി വലിയ കലാപം ജമ്മു കാശ്മീരിൽ ഉണ്ടാകുമെന്നും പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി ഇന്ത്യക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നുമൊക്കെയുള്ള പ്രചരണത്തെ പൂർണ്ണമായിട്ടും തകർത്തെറിയാൻ നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞു. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂരിലൂടെ അവരുടെ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന് വമ്പൻ തിരിച്ചടി കൊടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ എവിടെയെങ്കിലും ഒരു ആക്രമണം നടത്തി ഒരു വിജയം കൊയ്യണം. അസിം മുനീർ എന്ന് പറയുന്ന സൈനിക തലവന് അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ അത്തരം ഒരു നടപടി വേണം. അതുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിൻ്റെ വാർഷിക ദിനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുൽസിത ശ്രമങ്ങളോ ഒക്കെ നടത്താനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ കൃത്യമായി വിവരങ്ങൾ നമ്മുടെ ഭരണകൂടത്തെ അറിയിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, എന്തിന് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇവരെല്ലാം തമ്മിൽ പ്രത്യേകമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നു. രാഷ്ട്രപതി ഭവനിൽ ചെന്ന് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിവരിക്കുന്നുണ്ട്. എന്തായാലും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൻ്റെ വാർഷിക ദിനത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ദീർഘകാലമായിട്ട് BJP മനസ്സിൽ കൊണ്ടു നടന്ന ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നു. ലഡാക്കും ജമ്മു കാശ്മീരും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് മാറുന്നു. ഇതിൽ തന്നെ ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമായി നിലനിർത്തിയതിന് ശേഷം ജമ്മു കാശ്മീരിന് പതിയെ സംസ്ഥാന പദവി നൽകുമെന്ന് അന്ന് തന്നെ ഭരണകൂടം പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ അവിടെ സർക്കാരുണ്ട്, അതുപോലെ മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടെങ്കിലും ഡൽഹിയെ പോലെ ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പുറത്തെ വശത്തേക്ക് നമ്മൾ നോക്കിയാൽ ഇവിടെ സൈനിക ക്യാമ്പുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. POK മേഖലയിലേക്കുള്ള ഭീകര ക്യാമ്പുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് നിലവിൽ അവിടുത്തെ ഭീകര താവളങ്ങൾ അല്ലെങ്കിൽ പരിശീലന കേന്ദ്രങ്ങളൊക്കെ തകർത്തത് പുനർനിർമ്മിക്കാൻ വേണ്ടി ISI ഏതാണ്ട് 100 കോടിയോളം രൂപയാണ് ചെലവഴിക്കുന്നത്. അതായത് ഭീകരർക്ക് അവരുടെ താവളങ്ങൾ പുനർനിർമ്മിക്കാനായിട്ട് 100 കോടി രൂപ നൽകുന്നു. അപ്പം ഹിസ്ബുൾ മുജാഹിദീൻ ഉണ്ട്, അതുപോലെ ജെയ്ഷെ മുഹമ്മദ് ഉണ്ട്, TRF ഉണ്ട്, അതുപോലെ തന്നെ ഈ ജെയ്ഷെ മുഹമ്മദ് ഉണ്ട്. ഇവർക്കെല്ലാം തന്നെ പ്രത്യേകം താവളങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണം അല്ലെങ്കിൽ ഇന്ത്യയെ ചൊറിയാനുള്ള പദ്ധതി ഇത് വീണ്ടും നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നെറ്റ്വർക്ക് വിപുലപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ്റിലെ പ്രധാനപ്പെട്ട ആളുകളും ISIയിലെ മേധാവികളും ഒക്കെ തന്നെ ഈ ഭീകരന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഭീകരന്മാരുടെ തലപ്പത്ത് വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണി നടത്തുന്നു എന്ന് പറയുന്ന ഒരു പുനഃസംഘടന നടത്തുന്നു. ഇത് പാകിസ്ഥാൻ ആർമിയുടെ കൂടെ അറിവോടെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഗൗരവമായ കാര്യം. അതായത് പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ ഉടൻ ഒരു ആക്രമണം നടത്താനുള്ള എല്ലാ തീരുമാനങ്ങളിലേക്കും അവർ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫൻസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു യോഗവും നമ്മൾ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവർ ചെയ്യുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ച് അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവർ നിൽക്കുന്ന മേഖല കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഒരു തവണ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണങ്ങൾ കണ്ട് ഭയന്നതിനാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അവലംബിച്ചാണ് ഇവർ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പം റഡാറും സാറ്റലൈറ്റ് നിരീക്ഷണവും ഉൾപ്പെടെയുള്ള അത്യന്താധുനിക സാങ്കേതിക വിദ്യകൾ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് 90 ദിവസത്തിനുള്ളിൽ ഇത്രയധികം ഭീകര കേന്ദ്രങ്ങൾ അവർക്ക് ഒരുക്കണമെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ പിന്തുണ വേണം. അപ്പം അസീം മുനീറിൻ്റെ സൈന്യം, ISI ഇവയെല്ലാം തന്നെ വൻതോതിൽ പണവും ആയുധവും സാങ്കേതിക സഹായവും എല്ലാം ഈ ഭീകര സംഘടനകൾക്ക് നൽകുന്നുണ്ട്. POK മേഖലയിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. പഴയതുപോലെ യുവാക്കളെ കിട്ടുന്നില്ല എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഒരു ആക്രമണത്തിന് അവർ കോപ്പ് കൂട്ടുന്നു എന്നതിനാൽ തന്നെ ഇത്തരത്തിൽ പാകിസ്ഥാൻ അനുകൂല മനസ്സുള്ള ധാരാളം പേർ ഈ കശ്മീർ ഭാഗത്തു നിന്നൊക്കെ അവർക്കൊപ്പം ചേരുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അത്തരമൊരു നീക്കം നടത്തിയാൽ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ തീവ്രവാദി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ഭീകര സംഘടനകളുടെ തലപ്പത്ത് ചില പുനഃസംഘടനകൾ നടക്കുന്നതിൻ്റെ ഇൻ്റലിജൻസ് വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി എന്നിവരൊക്കെ തന്നെ രാഷ്ട്രപതി അങ്ങോട്ട് പോയി കണ്ടത്? അതിൻ്റെ ചർച്ചയുടെ വിശദാംശങ്ങൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. വളരെ ഗൗരവമായ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത്
വ്യക്തമാണ്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകോപനത്തിനാണ് പാകിസ്ഥാൻ ഒരു പ്രകോപനത്തിനാണ് പാകിസ്ഥാൻ ഒരുങ്ങുന്നതെങ്കിൽ ഓപ്പറേഷൻ 2.0 ആരംഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പ്രകോപനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കമോ ഉണ്ടായാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി കണ്ടുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ 2.0 ആരംഭിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.